ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് അഭയം തേടിയത് ഇന്ത്യയിലാണ്. അവരെ അറസ്റ്റ് ചെയ്ത് തങ്ങൾക്ക് കൈമാറണമെന്ന് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പാർട്ടിയും ആ ഒരു ആവശ്യമാണ് മുൻപോട്ട് വച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അവരെ സഹായിച്ചാൽ നിങ്ങളുമായിട്ടുള്ള സഹകരണം, അതായത് ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ സഹായിച്ചാൽ നിങ്ങളുമായിട്ടുള്ള സഹകരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ ഞങ്ങളുടെ രാജ്യത്തെ ഒരുപാട് ദുരിതത്തിലാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ്. അവരെ നിങ്ങൾ സംരക്ഷിക്കാൻ പാടില്ല. അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഇപ്പോൾ മത്സരിച്ച് ജയിച്ചതാണ്. ആ തെരഞ്ഞെടുപ്പിൽ അവർ എല്ലായിടത്തും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അധികാരത്തിലെത്താൻ ഇന്ത്യ സഹായിക്കുമെന്നാണ്. നിങ്ങൾ ഒരു രാജ്യത്തെയാണ് നോക്കേണ്ടത്, അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയല്ല. ഷെയ്ഖ് ഹസീനയുടെ പേരിൽ ഇപ്പോൾ വരുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. കഴിഞ്ഞ ദിവസം ബാർ അസോസിയേഷൻ്റെ കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവിടുത്തെ വലിയ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തന്നെ പറയുന്നു ഷെയ്ഖ് ഹസീനെ സംരക്ഷിച്ചാൽ ഇന്ത്യയുമായിട്ടുള്ള സഹകരണം വലിയ ബുദ്ധിമുട്ടായി തീരുമെന്ന് പറയുന്നത്. ഏതായാലും ഈ ഷെയ്ഖ് ഹസീനയുടെ പേരിൽ ഇരു രാജ്യത്തെയും നേതാക്കൾ തമ്മിൽ, നിലവിൽ ഇന്ത്യയിലെ നേതാക്കൾ ആരും തന്നെ ഇതുവരെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. കാരണം ഇന്ത്യയിൽ അഭയം തേടി വന്നതാണ്. അവരേതായാലും ബലിക്ക് കൊടുക്കുകയോ കൊലയ്ക്ക് കൊടുക്കുകയോ ഇന്ത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് ലോകം വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് സേഫായ ഒരു പ്ലേസ് കിട്ടുന്നത് വരെ അവർ ഇന്ത്യയിൽ തുടരുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.